അച്ചു, നീ ഇവിടെ നിൽക്കുകയാണോ? എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? എന്താണ് ബേട്ട? തനിയെ വാ, നമുക്കൊരു ക്യാൻറ്റീനിൽ പോയി സംസാരിക്കാം. അത് പറഞ്ഞ് അനുവേട്ടൻ ഇടനാഴിയിൽ നിന്നെൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചെല്ലുന്നവൻ പ്രതീക്ഷിച്ചു. ഞാൻ പെട്ടെന്ന് ശ്രീനിയെ നോക്കി. ശ്രീനിയുടെ മുഖം ചുവന്ന് മരുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രീനിയെയും അനുവേട്ടനെയും നിസ്സഹായമായി മാറി മാറി നോക്കി. അകത്തേക്ക് കയറിപ്പോകാൻ ശ്രീനിയുടെ കണ്ണുകളൊന്ന് പറയാതെ പറയുന്നത് പോലെ തോന്നി എനിക്ക്. ശ്രീനിയുടെ മുഖത്തേക്ക് നോക്കിയതും പെട്ടെന്ന് എൻ്റെ മുഖഭാവം മാറി. എന്ത് പറ്റി? പെട്ടെന്ന് അനുവേട്ടൻ എനിക്കരികിലേക്ക് വന്നു. വയ്യ അനുവേട്ട, ഞാൻ ക്ലാസ്സിലേക്ക്. അല്ലെങ്കിലും ഇത് താൻ ഹാപ്പി ഇരിക്കുമ്പോൾ സംസാരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ താൻ ക്ലാസ്സിലേക്ക് പോയിക്കോ. ഒരുവിധം രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ക്ലാസ്